ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചാച്ചുവിൻ്റെ ഒരു ദിവസം, അതായത് ചാച്ചു രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ അവൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കേ. ഇന്നലെ രാത്രി ചാച്ചു ഉറങ്ങാൻ കുറേ വൈകി കേട്ടോ. 11 മണിയൊക്കെ ആയി. അതുകൊണ്ട് ഇവൻ രാവിലെ എഴുന്നേറ്റിട്ടില്ല. സമയം ഏകദേശം 8 മണിയോടെ അടുത്താവാനായി. അപ്പോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇപ്പം അവൻ എഴുന്നേറ്റ് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പം അവൻ പല്ല് തേക്കുന്നുണ്ട്. സാധാരണ ഞാനാണ് അവന് പല്ല് തേപ്പിക്കൽ. ഇന്ന് അവൻ തന്നെ തേക്കുമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് പല്ല് തേക്കുന്നുണ്ട്. നേരെ വൃത്തിക്ക് തേക്കണം. ഇങ്ങോട്ട് നോക്കി, അമ്മേനെ നോക്കിയിട്ട് വൃത്തിയിൽ തേക്ക്. പേസ്റ്റ് ആക്കിയില്ലായിരിക്കും, അതെല്ലാം തിന്നൂലേ പേസ്റ്റ് മോൻ. അയ്യാക്കാം. പല്ല് തേച്ച് കഴിഞ്ഞു കേട്ടോ. ഇപ്പം അവൻ പാലും വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അവന് പാലും വെള്ളം വേണം. പാല് കുടി നിർത്തിയ പിന്നെ രാവിലെ എപ്പോഴും പാലും വെള്ളമാണ് കുടിക്കൽ. അപ്പോൾ പാല് വെള്ളം കുടിക്കുന്നുണ്ട്. അതിനുശേഷം അവന് അമൃതം പൊടി വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അമൃതം പൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാണ് അവന്. അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അത് ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ അവൻ കഴിച്ചോളും. പിന്നെ അങ്ങനെ അമ്മ അമൃതം പൊടി ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കുന്നുണ്ട്. എൻ്റെ കഴിഞ്ഞാൽ പൊരുത്തുന്നോ? അമൃതം പൊടി തിന്നോമോ? അമൃതം പൊടി തിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഷോപ്പിലേക്ക് പോകുന്നുണ്ടായിന്. അപ്പോൾ ചേച്ചീനെ നോക്കി നിൽക്കുന്നുണ്ട്. കയ്യിൽ അവൻ്റെ ഏട്ടൻ്റെ വാച്ചാണ് കേട്ടോ. അവൻ കാണാതെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടായില്ലത്. ഒരു സാധനം എവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അത് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ഏട്ടൻ്റെ വാച്ച് എടുത്തിട്ട് കയ്യിൽ കെട്ടിയിട്ട് കളിക്കായിരുന്നത്. ഇപ്പോൾ എല്ലാവരും പോയി. ബാവച്ചു സ്കൂളിലേക്ക് പോയി, അമ്മയും അച്ഛനും കടയിൽ പോയി, ചേച്ചി ഷോപ്പിലും പോയി, എല്ലാവരും പോയി. ഇപ്പം ഞാനും ചാച്ചു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ചാച്ചു ഇപ്പോൾ തേജുവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. തേജുവും ചാച്ചുവും ഭയങ്കര കൂട്ടാണ്. അനിയൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ മിക്കവാറും അവിടെ തന്നെയാണ് ഉണ്ടാവില്ല. വീട്ടിൽ കാണാൻ കിട്ടൽ കുറവാണ്. അപ്പോൾ ഇപ്പം തേജുവിനെ കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നത്. തേജുവിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വന്നു അവൻ. ഇപ്പം കളത്തിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം കാണുമ്പോൾ അവന് ചടിയിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരിത് വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നത്. ശരിയാക്കാൻ ആൾ വന്നിട്ട് എന്താക്കുന്നത്? വണ്ടി കഴുകുന്നതാ? ചളിയും വെള്ളത്തിലാ? ചളി എടുക്കണ്ട. പായണ്ട മെല്ലെ വാ. ഇപ്പോൾ സമയം ഉച്ചയായി കേട്ടോ. അപ്പം ഞാനവന് ചോറ് കൊടുക്കുകയാണ്. ചോറ് സാധാരണ അവന് വാരി കൊടുക്കലാണ് പതിവ്. എന്തെങ്കിലും അത്യപൂർവ സമയത്ത് മാത്രമേ അവൻ വാരി കഴിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ചോറ് വാരി കൊടുക്കുന്നതാണ്. ഭയങ്കര മടിയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കഥയെല്ലാം പറഞ്ഞിട്ട് അവനെ കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചോറും കഴിച്ചിട്ട് അവൻ കിടന്നുറങ്ങി. അപ്പോൾ ഉറങ്ങുമ്പോൾ കുറച്ച് സമയം വരെ അവൻ ഉറങ്ങും. ഒരു 4 മണി വരെയെല്ലാം അവൻ ഉറങ്ങും. അപ്പോഴത്തേക്ക് അവൻ്റെ ഏട്ടൻ സ്കൂളിൽ നിന്ന് വരും. ഇപ്പോൾ ഏട്ടനും അനിയനും കൂടിയിട്ട് തല്ലുപിടിയാണ്. ഏട്ടൻ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അടിപിടിയാണ്. രണ്ടാളും കൂടി കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുരുത്തക്കേടാണ് ഭയങ്കരം.
അങ്ങനെ സമയം ഇപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയുടെ അടുത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവന് അവൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൽ ഒഴിച്ചു കൊടുത്തു. അവൽ ഭയങ്കര ഇഷ്ടമാണ് അവന്. അവലിൽ ചായ അല്ലെങ്കിൽ പാല് പോരുന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവൽ ഒഴിച്ചു പാലും ആക്കി കൊടുത്തു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ കാണിച്ച് ചാച്ചുവിൻ്റെ ചളിയിൽ കളിച്ചിട്ടില്ല കോലാന്ന് ഈ കാണുന്നത്. കൈ കാണിച്ച് പിന്നെ അങ്ങനെ രാത്രിയായിട്ടോ. അപ്പോൾ അവൻ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും വന്നാൽ പിന്നെ അവൻ്റെ ലോകം അവരാണ്, അച്ഛൻ്റെ മടിയിൽ അല്ലെങ്കിൽ അമ്മയുടെ മടിയിൽ. അപ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് ഫോൺ കാണുന്നുണ്ട്. അപ്പോൾ ചാച്ചുവിൻ്റെ നൈറ്റ് സ്ലീപ്പിനുള്ള സമയമായി. ഏകദേശം 10 മണിയോടടുത്തായി. അപ്പോൾ അവൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം കഥ പറഞ്ഞാൽ മാത്രമേ അവൻ ഉറങ്ങും. കഥയൊക്കെ പറയണം ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് കിടന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയും പാട്ട് പാടുകയെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് ചാച്ചുവിൻ്റെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.